ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ സ്വാശ്രയത്വത്തിന്റെ പ്രതീകമായി ആകാശത്ത് വിസ്മയം തീർക്കുന്ന തേജസ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് വീണ്ടും വാർത്തകളിൽ നിറയുന്നത് ആശങ്കാജനകമായ ഒരു പശ്ചാത്തലത്തിലാണ്. 2016 വ്യോമസേനയുടെ ഭാഗമായ തേജസ് ദീർഘകാലം അപകടരഹിതമായ പറക്കൽ റെക്കോർഡ് നിലനിർത്തിയിരുന്നുവെങ്കിലും സമീപകാലത്തുണ്ടായ തുടർച്ചയായ തകർച്ചകൾ പ്രതിരോധ വിദഗ്ധരെയും ഭരണകൂടത്തെയും ഒരുപോലെ ചിന്തിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 1 ലക്ഷം കോടി രൂപയിലധികം ചെലവഴിച്ചുകൊണ്ട് കൂടുതൽ തേജസ് വിമാനങ്ങൾക്കായി ഇന്ത്യ ഓർഡർ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ അപകടങ്ങളുടെ ആഴം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. തേജസിന്റെ സുരക്ഷാ ചരിത്രത്തിൽ കരിനിഴൽ വീഴ്ത്തിയ സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ ഓരോന്നും വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ് നടന്നതെന്ന് നമുക്ക് കാണാം. 2024 മാർച്ചിൽ രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ നടന്ന പൊക്രാൻ ഫയർ പവർ ഡെമോൺസ്ട്രേഷന് ശേഷമായിരുന്നു ആദ്യത്തെ അപകടം. അന്ന് പൈലറ്റ് സുരക്ഷിതനായി പുറത്തേക്ക് ചാടി. എന്നാൽ 2025 നവംബറിൽ ദുബായ് എയർ ഷോയ്ക്കിടെ നടന്ന രണ്ടാമത്തെ അപകടം ഇന്ത്യൻ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘാതമായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കരുത്ത് പ്രദർശിപ്പിക്കാൻ പോയ വിമാനം തകർന്നു വീഴുകയും വിംഗ് കമാൻഡർ നമാൻഷ് സ്വാൽ വീരമൃത്യു വരിക്കുകയും ചെയ്തു. ഇപ്പോൾ നടന്ന മൂന്നാമത്തെ അപകടം കൂടി ചേർത്ത് വായിക്കുമ്പോൾ സാങ്കേതികമായ എന്തെങ്കിലും പിഴവുകൾ ഈ പ്ലാറ്റ്ഫോമിനെ വേട്ടയാടുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുന്നു. ഏത് യുദ്ധവിമാനത്തിന്റെയും വികസന ഘട്ടത്തിൽ അപകടങ്ങൾ സ്വാഭാവികമാണെങ്കിലും സേനയുടെ നട്ടെല്ലായി മാറേണ്ട ഒരു വിമാനത്തിന് തുടർച്ചയായി ഇത്തരം തിരിച്ചടികൾ നേരിടുന്നത് സൈനികരുടെ ആത്മവിശ്വാസത്തെയും ബാധിച്ചേക്കാം. ഇന്ത്യയുടെ ആകാശ സുരക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 2 മുന്നണികളിൽ നിന്നുള്ള ഭീഷണി, അതായത് ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത് നേരിടാൻ ചുരുങ്ങിയത് 42 സ്ക്വാഡ്രണുകളെങ്കിലും ഒരു സ്ക്വാഡ്രണിൽ 18 വിമാനങ്ങളാണ് ഉൾപ്പെടുന്നത്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആവശ്യമാണ്. എന്നാൽ നിലവിൽ ഇത് 30ഓളം മാത്രമായി കുറഞ്ഞിരിക്കുകയാണ്. കാലപ്പഴക്കം ചെന്ന MiG-21 വിമാനങ്ങൾ ഘട്ടം ഘട്ടമായി ഒഴിവാക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ വിടവ് നികത്താൻ തേജസിനേക്കാൾ മികച്ചൊരു ഓപ്ഷൻ ഇന്ത്യക്ക് മുന്നിലില്ല. അതുകൊണ്ടാണ് 2021 46,000 കോടി രൂപയ്ക്ക് 83 വിമാനങ്ങൾക്കും തുടർന്ന് 2025 സെപ്റ്റംബറിൽ 62,370 കോടി രൂപയ്ക്ക് 97 വിമാനങ്ങൾക്കുമായി ഇന്ത്യ കരാർ ഒപ്പിട്ടത്. തദ്ദേശീയമായി വികസിപ്പിക്കുന്ന വിമാനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും യുദ്ധസമയത്ത് ആയുധ ലഭ്യത ഉറപ്പാക്കാനും സാധിക്കും. ഈ വലിയ നിക്ഷേപം വെറുതെയാകാതിരിക്കണമെങ്കിൽ ഇപ്പോൾ നേരിടുന്ന സാങ്കേതിക വെല്ലുവിളികൾ അതിജീവിച്ചേ മതിയാകൂ. തേജസിന്റെ വികസന ചരിത്രത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി അതിന്റെ എഞ്ചിൻ തന്നെയായിരുന്നു. ഇന്ത്യ സ്വന്തമായി വികസിപ്പിക്കാൻ ശ്രമിച്ച കാവേരി എഞ്ചിൻ പരാജയപ്പെട്ടതോടെയാണ് അമേരിക്കൻ കമ്പനിയായ ജനറൽ ഇലക്ട്രിക്കൽസിന്റെ F404 എഞ്ചിനുകളെ ആശ്രയിക്കാൻ രാജ്യം തീരുമാനിച്ചത്. 1980കളിൽ വികസിപ്പിച്ചെടുത്ത ഈ എഞ്ചിൻ സാങ്കേതികവിദ്യ ഇന്നത്തെ കാലത്ത് എത്രത്തോളം ഫലപ്രദമാണെന്ന ചർച്ചാ വിഷയമാണ്. ആധുനിക യുദ്ധവിമാനങ്ങൾക്ക് ആവശ്യമായ പവർ നൽകുന്നതിലും ഇന്ധനക്ഷമത ഉറപ്പാക്കുന്നതിലും പഴയ തലമുറ എഞ്ചിനുകൾക്ക് പരിമിതികളുണ്ട്. കൂടാതെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് വിമാനങ്ങൾ നിർമ്മിച്ചു നൽകുന്നതിലുണ്ടാകുന്ന കാലതാമസവും വ്യോമസേനയെ അലോസരപ്പെടുത്തുന്നുണ്ട്. വിതരണത്തിൽ 2 വർഷത്തോളം പിന്നിലായ തേജസ് Mk-1A പ്രോഗ്രാം വേഗത്തിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ താളം തെറ്റുമെന്നുറപ്പാണ്. നിലവിലെ പരിമിതികൾ മറികടക്കാൻ ഇന്ത്യ ഉറ്റുനോക്കുന്നത് തേജസ് Mk-2 എന്ന പരിഷ്കരിച്ച പതിപ്പിലേക്കാണ്. Mk-1A പതിപ്പിൽ AESA റഡാർ, അത്യാധുനിക ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ എന്നിവയുണ്ടെങ്കിലും അതിൻ്റെ ഭാരം വഹിക്കാനുള്ള ശേഷിയും പറക്കൽ ദൂരവും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. Mk-2വിൽ കൂടുതൽ കരുത്തുള്ള എഞ്ചിനുകളായിരിക്കും ഉപയോഗിക്കുക. അത് വിമാനത്തിൻ്റെ വേഗതയും പോരാട്ട വീര്യവും വർദ്ധിപ്പിക്കും. ഗ്രിപ്പൻ അല്ലെങ്കിൽ F-16 വിമാനങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു മൾട്ടി റോൾ കോമ്പാക്ട് എയർക്രാഫ്റ്റായി തേജസിനെ മാറ്റുകയാണ് ലക്ഷ്യം. വരാനിരിക്കുന്ന 15 വർഷത്തിനുള്ളിൽ 180ഓളം Mk-1A വിമാനങ്ങളും 120ഓളം Mk-2 വിമാനങ്ങളും വ്യോമസേനയുടെ ഭാഗമാകുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ കവചം കൂടുതൽ ശക്തമാകും. എന്നാൽ ഈ പുതിയ പതിപ്പുകളിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് നിലവിലെ അപകടങ്ങളുടെ കൃത്യമായ കാരണം കണ്ടെത്തുകയും പരിഹരിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ലോകത്തിലെ മറ്റ് ലൈറ്റ് കോമ്പാക്ട് വിമാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ തേജസ് അതിൻ്റെ ഡിസൈൻ കൊണ്ടും അത്യാധുനിക വ്യോമയാന വിദ്യകൾ കൊണ്ടും മികച്ചു നിൽക്കുന്നു. ഡെൽറ്റ വിംഗ് ഡിസൈൻ വിമാനത്തിന് മികച്ച ചടുലത നൽകുന്നുണ്ട്. കടലിലും കരയിലും ഒരുപോലെ ആക്രമണം നടത്താനുള്ള ശേഷി ഇതിനുണ്ട്. എന്നാൽ ചൈനയുടെ J-10 അല്ലെങ്കിൽ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന JF-17 വിമാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ എണ്ണം കൊണ്ടും യുദ്ധമുഖത്തെ പരിചയം കൊണ്ടും തേജസ് ഇനിയും മുന്നേറാനുണ്ട്. ഒരു വിമാനം പൂർണ്ണതയിലെത്താൻ പതിറ്റാണ്ടുകളുടെ പരീക്ഷണങ്ങൾ ആവശ്യമാണ്. അമേരിക്കയുടെ F-35 പോലെയുള്ള വിമാനങ്ങൾ പോലും വികസന ഘട്ടത്തിൽ ഒട്ടനവധി അപകടങ്ങളെ നേരിട്ടിട്ടുണ്ട്. അതിനാൽ തന്നെ തേജസിന്റെ പരാജയമായി ഈ അപകടങ്ങളെ കാണാതെ കൂടുതൽ മെച്ചപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാനുള്ള പാഠങ്ങളായി ഇവയെ കാണുകയാണ് വേണ്ടത്. ഇന്ത്യൻ പ്രതിരോധ വ്യവസായം ഒരു നിർണായക ഘട്ടത്തിലാണ്.
കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യം ലാഭിക്കാനും ആഗോളതലത്തിൽ ഒരു ആയുധ കയറ്റുമതി രാജ്യമായി മാറാനും തേജസിന്റെ വിജയം അനിവാര്യമാണ്. ഡ്രോണുകളും സൈബർ യുദ്ധങ്ങളും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ തേജസിനെ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളെ ഡ്രോൺ ഹണ്ടറുകളായും മറ്റും മാറ്റാനുള്ള ഗവേഷണങ്ങളും നടക്കേണ്ടതുണ്ട്. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ ആകാശ അതിർത്തികളിൽ കാവലാളാകാൻ തേജസിന് കഴിയുമെന്ന് ഉറപ്പാക്കാൻ സർക്കാർ, വ്യോമസേന, HAL എന്നിവർ ഒരേ മനസ്സോടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. അപകടങ്ങൾ നൽകുന്ന മുന്നറിയിപ്പുകൾ അവഗണിക്കാതെ സാങ്കേതികമായ ഓരോ ചെറിയ പിഴവും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ ചെയ്യേണ്ടത്. ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ തേജസ് വെറുമൊരു യുദ്ധവിമാനമല്ല, മറിച്ച് രാജ്യത്തിൻ്റെ അഭിമാനമാണ്. ഈ വിമാനം സുരക്ഷിതമായി ആകാശത്ത് പറക്കുമ്പോൾ മാത്രമേ ഭാരതത്തിൻ്റെ സുരക്ഷാ സ്വപ്നങ്ങൾക്ക് പൂർണ്ണത കൈവരൂ. തേജസിന്റെ കുതിപ്പ് വരും തലമുറകൾക്ക് ആവേശകരമാകണമെങ്കിൽ അത് ഏറ്റവും സുരക്ഷിതവും കരുത്തുറ്റതുമായ പോരാളിയായി മാറേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.